മനോഭാവം അത് തള്ളിക്കളയുന്ന ആളുകളെ അതിലേക്ക് ക്ഷണിക്കണം. അതവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നന്ന ചുരുങ്ങിയത് സ്വീകരിക്കുന്ന ആളുകളുമായി രമ്യതയിൽ പോകാനെങ്കിലും അവൻ തയ്യാറാകണം. അല്ല, ഇത് സ്വീകരിക്കുന്ന ആളുകളെ പീഡിപ്പിക്കുന്നതിലേക്ക്, അവരോട് ശത്രുത കാണിക്കുന്നതിലേക്ക് അവരെത്തിക്കഴിഞ്ഞാൽ അവരോട് ഭൗതികമായി കായികമായി തന്നെ അവരെ നേരിടണം. അതാണ് യുദ്ധത്തിന്റെ കാരണം, അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് വലാത്ത നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു യുദ്ധസ്വത്തുക്കൾ അപഹരിച്ചെടുക്കരുത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക നേതാക്കൾക്ക് നൽകുന്ന ഉപദേശം, നിങ്ങൾ ഉടമ്പടി ലംഘിക്കരുത്. ഉടമ്പടി ലംഘിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു ജനതയുമായി നമ്മൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ സമയത്ത് ഉടമ്പടി ഉള്ളപ്പോ അവരൊരുങ്ങിയിട്ടുണ്ടാവില്ല. കാരണം മുസ്ലിമീങ്ങളുമായി ഉടമ്പടിയിലാണ്, സന്ധിയിലാണ് എന്നിരിക്കെ അപ്രതീക്ഷിതമായ സമയത്ത് പോയിട്ട് വെല്ല അങ്ങോട്ട് അവരങ്ങ് ആക്രമിച്ചിങ്ങാണ്ട് കീഴ്പ്പെടുത്തി കളയാം. അത് വഞ്ചനയാണ്. അങ്ങനെ ഒരു വഞ്ചന പാടില്ലാത്തതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ആ ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിച്ചു, അവസാനം വരെ പാലിച്ചു. അതവര് ലംഘിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാഗത്ത് നിന്ന് ലംഘനമുണ്ടായതിന് ശേഷം മാത്രമാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രഖ്യാപനം അവരറിയിച്ചത്. നിങ്ങൾ കരാറ് ലംഘിച്ചത് കാരണത്താൽ നിങ്ങളുമായുള്ള ആ കരാറ് ഇനി ഞങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് യുദ്ധം തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ, മദീന എന്ന് പറയുന്നത് ഒരു കോമൺ കോസാണ്. അത് മുൻനിർത്തിയിട്ട് ജൂതന്മാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. വേദാവകാശികളിൽപ്പെട്ടവരാണ് ജൂതന്മാർ. ആ ജൂതന്മാരുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയുടെ ഒരു നിബന്ധന, മദീന എന്ന് പറയുന്നത് നമുക്ക് പൊതുവായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ആരെങ്കിലും അതിക്രമിക്കാൻ കയ്യേറാൻ വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നേരിടണം. മദീനയെ ആക്രമിക്കാൻ ഏതെങ്കിലും ഗോത്രങ്ങളോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ശത്രുക്കളായിട്ടുള്ള മറ്റു വിഭാഗങ്ങളോ അല്ലെങ്കിൽ വേറുള്ളവരോ വരികയാണെങ്കിൽ മദീനയെ സംരക്ഷിക്കാൻ നബിയും നബിയുടെ കൂടെയുള്ള സഹാബികളും ഒരുങ്ങും. അതേപോലെ തന്നെ ജൂതന്മാരായ 3 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, അവരും അതിന് പങ്കെടുക്കും. ഇതായിരുന്നു. പിന്നെ ഈ കരാറ് അവര് ബനൂ ഖുറൈള ഗോത്രക്കാരെ ലംഘിച്ചു, ഏകപക്ഷീയമായി ലംഘിച്ചു. അവരാണ് അഹ്സാബ് യുദ്ധത്തിന് വേണ്ടി അറേബ്യയിലുടനീളം ഓടി നടന്ന് സഖ്യസൈന്യങ്ങളെ സംഘടിപ്പിക്കുകയും എന്നിട്ട് മദീനക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അഹ്സാബിലെ സഖ്യസേനകളെ ഒരുക്കിക്കൊണ്ടുവരികയും അതിന്റെ നേതൃത്വം, അതിന്റെ വ്യക്തിപരവും അല്ലാത്തതുമായ നേതൃത്വം അവർക്കായിരുന്നു. അങ്ങനെ കരാറ് ലംഘിച്ചപ്പോ സംരക്ഷിക്കേണ്ട ആളുകൾ അവരെന്നെ ശത്രുക്കളെ തേടിപ്പിടിച്ച് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് മദീനയെ ആക്രമിക്കാൻ മുതിർന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കരാർ ലംഘിച്ചപ്പോൾ ആ കരാറ് നിലനിൽക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ബനൂ ഖുറൈളക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കരാറുകളിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അത് അതിനുമപ്പുറത്താണ്. ഒരു ജനത, മുസ്ലിമീങ്ങളായ ആളുകൾ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോകുന്നു. മദീനയിൽ വന്നതില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഖുറൈശികളുമായിട്ട് റസൂലുള്ളാഹ് സന്ധി ഉണ്ടാക്കി. ആ സന്ധി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ചിലപ്പോഴൊക്കെ മക്കയുടെ പരിസരങ്ങൾക്കപ്പുറത്തുള്ള കുറെ ആളുകൾ, ചിലപ്പോഴൊക്കെ അവര് വിശ്വാസികളായ ആളുകൾ പലരും ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ഗോത്രങ്ങളോ റസൂലുള്ളാഹിനോട്, മദീനയിലുള്ള റസൂലുള്ളാഹിനോടും സഹാബത്തിനോടും സഹായം ചോദിച്ചാൽ റസൂലുള്ളാഹിക്ക് അവരെ സഹായിക്കാം. പക്ഷെ അവിടെ നിബന്ധന പറഞ്ഞു, അങ്ങനെ മുസ്ലിമീങ്ങളായ ഏതെങ്കിലും വ്യക്തികളോ ഗോത്രങ്ങളോ നിങ്ങളോട് സഹായം ചോദിച്ചു മറ്റൊരു ജനതയ്ക്കെതിരിൽ, ഒരു ഗോത്രത്തിനെതിരിൽ, ആ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് സഹായിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ ആർക്കെതിരിലാണോ യുദ്ധത്തിന് പോകുന്നത് അവരും നിങ്ങളും തമ്മിൽ ഉടമ്പടിയുണ്ടോ എന്ന് നോക്കണം. നിങ്ങളും അവരും തമ്മിൽ ഉടമ്പടിയുണ്ടെങ്കിൽ ആ ഉടമ്പടിക്കാണ് മുൻഗണന, ആ ഉടമ്പടി ലംഘിക്കാൻ ഇടവരരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളോട് സഹായം ചോദിച്ചിട്ടുള്ള മുസ്ലിമീങ്ങൾ അവരെ നിങ്ങൾക്ക് സ്വതന്ത്രമായി സഹായിക്കാൻ പറ്റില്ല. കാരണം അവര് നിങ്ങളോട് സഹായം ചോദിച്ചത് ഇന്ന ഗോത്രത്തിനെതിരാണ്, ആ ഗോത്രവുമായി നിങ്ങൾ നേരത്തെ ഉടമ്പടിയിലാണ്, ആ ഉടമ്പടി നിങ്ങൾക്ക് ലംഘിക്കാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ പോയത്.
അതുകൊണ്ട് തന്നെ വലാ തഹ്ദിറു, ഒരിക്കലും ഉടമ്പടികളിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വലാ തുമസ്സിരു, അതുപോലെ തന്നെ ഇനി യുദ്ധമാണെങ്കിൽ പോലും ഇസ്ലാം നമ്മോട് അനുശാസിക്കുകയും അനുവദിക്കുകയും ചെയ്തു തന്നിട്ടുള്ളതായ യുദ്ധം, ആ യുദ്ധത്തിന്റെ പരിധികൾ വളരെ ബാർബേറിയനായിട്ടുള്ള, എന്താ പറയാ, അങ്ങേറ്റത്തോളം കാട്ടാളത്തരങ്ങൾ, മുട്ടാളത്തരങ്ങൾ കാണിക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരാളെ കൊല ചെയ്തതിന് ശേഷം പിന്നെ അയാളുടെ മൂക്കരിഞ്ഞു, പിന്നെ അയാളുടെ തല വെട്ടി, അങ്ങട്ട് വെട്ടി, ഇവിടെ വെട്ടി, കൈ വെട്ടി, കാല് വെട്ടി, ഇങ്ങനെ അംഗക്ഷേപം നടത്തുന്നത്, അതാണ് തസ്ബീഹ്. ഇത് ഇസ്ലാമിന്റെ പേരിൽ നിലകൊള്ളുന്ന പല തീവ്രവാദ ഗ്രൂപ്പുകളും ഇങ്ങനെ വളരെയധികം മുട്ടാളത്തരങ്ങൾ കാണിച്ച് ഇസ്ലാം തന്നെ മൊത്തം പ്രതിക്കൂട്ടിലാണ്. ഇറാഖിലോ അതുപോലെ തന്നെ സിറിയയിലും ഒരുപാട് ഏരിയകളിൽ ആധിപത്യം സ്ഥാപിച്ചെടുത്തിട്ടുള്ള IS എന്ന് പറയുന്ന വിഭാഗം, അവരുടെ സ്ഥിതി എന്താ? അവർ ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ പരിഗണിപ്പിച്ചിട്ട് അവർ മുന്നോട്ട് വന്നു. ഒരു ഭരണാധികാരി അവർക്കില്ല. ഭരണാധികാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ മുറവിളി കൂട്ടുന്നത് ന്യായമായ രൂപത്തിലല്ല. അത് ഒരുപാട് കാര്യങ്ങൾ, അത് ഇസ്ലാമിലെ ആദ്യമായി ഉണ്ടായിട്ടുള്ള ഖുറൂജ് അഥവാ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നടത്തിയിട്ട്, കലാപം നടത്തിയിട്ട് നിലവിലുള്ള വ്യവസ്ഥിതികൾ തകർക്കുന്ന, എന്നിട്ട് അധികാരം പിടിക്കാൻ നോക്കുന്ന ആ ഖുറൂജ്, ആഭ്യന്തര കലാപത്തിന്റെ, ആ വിപ്ലവത്തിന്റെ അമാരിച്ചുകളിൽപ്പെട്ടിട്ടുള്ള ആളുകളാ വന്നത്. അവരോ അവിടെ ചെയ്യുന്ന കൊടും ക്രൂരതകൾ. ആരോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? യുദ്ധം ചെയ്യേണ്ടത് മുഖാത്തിനീങ്ങളോടാണ്. നമ്മളോട് ഇങ്ങോട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള സൈനികരോടാണ്. എന്നാൽ ആ വിഭാഗത്തിലെ തന്നെ യുദ്ധം ചെയ്യാത്ത ആളുകളുണ്ടാകും. സ്ത്രീകൾ, യുദ്ധത്തിന് വരാതെ വീട്ടിൽ കുത്തുന്ന സ്ത്രീകളുണ്ടാകും, കുട്ടികളുണ്ടാകും, വൃദ്ധന്മാരുണ്ടാകും. അതുപോലെ തന്നെ മഠങ്ങളിലും സത്രങ്ങളിലും അള്ളാഹുവിനുള്ള ആരാധനയിൽ കഴിച്ചു കൂട്ടുന്ന പാതിരിമാര്, പുരോഹിതന്മാരുണ്ടാകും. അവരെയൊന്നും തൊടാൻ പാടില്ല. ഇപ്പൊ പലപ്പോഴും എന്താന്ന് ചോദിച്ചാ, കട്ടറ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പിടിച്ചോ എന്ന് പറഞ്ഞില്ല. ആ തത്വത്തിലാണ് ഇവർ പോകുന്നത്. അപ്പുറത്തുള്ള പലരും കിട്ടാതിരിക്കുമ്പോൾ എയ്ഡ് വർക്കിന് വേണ്ടിയിട്ട്, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വർക്കിന് വേണ്ടി അതിലൂടെ എങ്ങാണ്ടും കടന്നു പോകുന്ന ഒരു പാശ്ചാത്യനുണ്ടെങ്കിൽ അവരാണ്ട് പിടിച്ചിട്ട് തടങ്കലിൽ വെച്ചിട്ട്, എന്നിട്ട് പരസ്യമായിട്ട് ഡെമോൺസ്ട്രേഷൻ കില്ലിംഗ് അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും ഇസ്ലാമിന്റെ പേരിൽ കാട്ടിക്കൂട്ടാൻ പറ്റിയ സംഗതിയല്ല. അതിലൊന്നൊന്നുമല്ല, ISISന്റെ ഏതെങ്കിലും ഒരു കാര്യമല്ല, അത് ഉടലെടുക്കുന്ന, അത് നാബിദത്തുൽ ഖുറൂജ്, അത് അൽ ഖുറൂജുൽ മഹർ, തനിച്ച ഖുറൂജാണ്. ഇസ്ലാമിൽ ആദ്യമുണ്ടായിട്ടുള്ള വ്യതിയാനം, ആ വ്യതിചലിച്ച കക്ഷി അവരാണത്. അവരെല്ലാ പ്രവർത്തനം അതിൽ വിട്ടതാണ്. ഇനി ന്യായയുക്തമായ ഒരു യുദ്ധം ചെയ്താൽ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ശരീരം കണ്ടു. റസൂലുള്ളാഹിനെ കൂടെ പ്രശ്നമാക്കി, സമ്മതിച്ചു കൊടുത്തില്ല. എങ്ങനെ സംഭവിച്ചു? കാരണം മുഖാത്തിനീങ്ങളോടാണ്, യോദ്ധാക്കളോടാണ് യുദ്ധം നടത്തേണ്ടത്, അല്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളോടല്ല, കുട്ടികളോടല്ല, വൃദ്ധന്മാരോടല്ല, ആരാധനാലയങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്ന പാതിരിമാരോട്, പുരോഹിതന്മാരോടല്ല എന്ന കാര്യം അവിടെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു വലാ തഖ്തുലു വലാ തുമസ്സിലു. ഇനി ഒരു യോദ്ധാവിനെ തന്നെ കിട്ടിയാലും ലാ തുമസ്സിലു, ചിത്രവധം നടത്താൻ പാടില്ല. ഇതില് ഇങ്ങോട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിലോ അതിനെ സംബന്ധിച്ച് ഉലമാക്കളുടെ ഇടയിൽ ഖിലാഫുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു അവരിങ്ങോട്ട് ചെയ്താൽ അവരെ അത് നിർത്തിക്കാൻ വേണ്ടി, ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ യോദ്ധാക്കളെ നിങ്ങൾ വധിച്ചതിന് ശേഷം പിന്നീട് അംഗക്ഷേപം നടത്തിയാൽ അതുപോലെ ഞങ്ങളും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടത് നിർത്തിക്കാൻ വേണ്ടി ചെയ്യാം. ആലയിക്കും അവര് അതിന് വിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾക്കെതിരില്ലെങ്കിൽ അവരിങ്ങോട്ട് കാണിച്ച അത്ര നിങ്ങൾ അങ്ങോട്ട് കാണിക്കാം എന്നൊരായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ പറ്റുമെന്ന് പറയുന്നത്. എന്നാൽ ചില ആൾക്കാർ, ചില പണ്ഡിതന്മാര് പറഞ്ഞ് അതും പറ്റില്ല. കാരണം നമ്മളവിടെ ചിത്രവധത്തിന് അല്ലെങ്കിൽ അംഗക്ഷേപത്തിന് പിടിക്കുന്ന വ്യക്തി അത് അംഗീകരിക്കുന്ന ആളായി കൊള്ളണമെന്നില്ലല്ലോ. വേറെ ആരോ ചെയ്തതിന്റെ പേരിൽ ഇയാളുടെ ശരീരത്തെ അപമാനിക്കുന്നത് ശരിയല്ല. ഏതാണെങ്കിലും ശരി, ചിത്രവധം നടത്താൻ
വധിച്ചു കഴിഞ്ഞതിന് ശേഷം അംഗങ്ങൾ ഛേദിച്ചു കളയാൻ പാടില്ല. വലാത്തത്തുലു വലീദൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക നേതാവിന്റെ നൽകുന്ന ഉപദേശമാണ്, ഉടമ്പടിയാണ്. ഒരിക്കലും നിങ്ങൾ യുദ്ധം നടത്തുമ്പോൾ യുദ്ധം നടത്തുന്ന ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വലിയ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. അപ്പോ നിങ്ങളത് ആലോചിച്ച് നോക്കി. ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങൾ സിറിയ എടുത്തു നോക്കി, അല്ലെങ്കിൽ ഇറാഖ് എടുത്തു നോക്കി, അല്ലെങ്കിൽ ലിബിയ എടുത്തു നോക്കി, അല്ലെങ്കിൽ പലസ്തീൻ എടുത്തു നോക്കി. എവിടെ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ കൊല്ലപ്പെടുന്നവരുടെ കണക്ക് UN പുറത്തുവിടാറുണ്ട്. അതിലൊക്കെ ഒരു സൈസബിൾ പോർഷൻ എപ്പോഴും കുട്ടികളും സ്ത്രീകളുമാണ്, വൃദ്ധന്മാരാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്. ഇത് ചെയ്യുന്നതാരാ? പലസ്തീനിലാണെങ്കിൽ അത് ഇസ്രായേലിയർ ചെയ്തു എന്നറിഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കി നാടുകളിൽ നടന്നത് മുഴുവനും അവിടെ ഒരു ഇസ്രായേലിയനും ഒരു ജൂതനും ഇല്ല. അവിടെയൊക്കെ മുസ്ലിമും തമ്മിൽ തന്നെയാണ് യുദ്ധം. എന്നിട്ട് കുട്ടികളെ അത് കൊല്ലുന്നത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിലക്കിയതാണ്. വഇദാ ലഖീത അദുവക മിനൽ മുശ്രിക്കീൻ, എന്നിട്ട് പറയുന്നു ശത്രുതയുള്ള മുശ്രിക്കീങ്ങളിൽപ്പെട്ട ശത്രുതയുള്ളവരെ നീ കണ്ടുമുട്ടിയാൽ. അവിടെ ഹദീസിന്റെ പദപ്രയോഗം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കാം. ഏതെങ്കിലും ഒരു മുശ്രിക്കിനെ കിട്ടിയാൽ അപ്പോൾ വെട്ടാം എന്നാണ് മുസ്ലിമീങ്ങൾ പറയുന്നത് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. ഏറെക്കുറെ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ ഇസ്ലാം എന്താണ് എന്നറിയാത്ത നമ്മുടെ ചില ആളുകൾ പ്രസംഗിക്കുകയോ എഴുതുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ അവർ ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള അദുവിനെ മാത്രം. അഥവാ രണ്ടവസ്ഥയുണ്ട്. ഒന്ന്, നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിൽ രമ്യതയിൽ പോകുന്നൊരവസ്ഥയുണ്ട്. അതിനാണ് പീസ് എന്ന് പറയുന്നത്. വാർ ആൻഡ് പീസ്. ഒന്നുകിൽ യുദ്ധാവസ്ഥ നിലനിൽക്കും, അല്ലെങ്കിൽ സമാധാനാവസ്ഥ നിലനിൽക്കും. സമാധാനാവസ്ഥ നിലനിൽക്കുന്ന, ഉടമ്പടി നിലനിൽക്കുന്ന ഒരുത്തരത്തിന്റെ നടപടിയെടുക്കാൻ പാടില്ല. മറിച്ച് നമ്മളോട് ശത്രുത കാണിച്ച, ദീനിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ നമ്മളോട് ശത്രുത കാണിച്ചിട്ടുള്ള, എന്നിട്ട് പീസ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് വാർ എന്നുള്ള ശാസ്ത്രത്തിലേക്ക്, ശത്രുതയിലേക്ക്, യുദ്ധാവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, അവരെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരെ തന്നെ ആദ്യം നീ ചെയ്യേണ്ടത്, കിട്ടിയ ചാൻസാണ് നിന്നെ ഞാൻ പിടിച്ചോളാന്നല്ല. നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ലക്ഷ്യം മഹത്തരമായ പരിപാവനമായ ലക്ഷ്യമാണ്. അതെന്താണ്? അത്തക്കൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. അല്ലാഹുവിന്റെ വചനം അത് ഉന്നതമായിരിക്കാനാണ് നമ്മൾ ഈ വാളെടുത്തത്. അതുകൊണ്ട് തന്നെ അവനെ ആ കാര്യത്തിലേക്ക് ക്ഷണിക്കണം. അവനെ സ്വീകരിക്കാൻ നമുക്ക് വേണ്ടത്. അവന്റെ രക്തം വാങ്ങലല്ല, അവനെ കൊല ചെയ്യലല്ല ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഈ പരമമായ സത്യം അംഗീകരിക്കാൻ അതിനവന് പറ്റുമോ നോക്കണം. ആദ്യം അവനെ ക്ഷണിക്കണം. 3 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കണം. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ചൊല്ലണില്ല, എന്നാലും വെട്ടാൻ പറ്റൂല. അതൊക്കെ ഇവിടെ മലബാർ കലാമത്തെ അല്ലെങ്കിൽ വേറെയുള്ള സന്ദർഭത്തിലൊക്കെ ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കുകയും ഇസ്ലാമിന്റെ സുന്നത്ത് സൽകീർത്തി നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സൈന്യത്തെ അയച്ചിട്ടുണ്ടോ ആ സൈന്യത്തിന്റെ ഒരു നേതാവിനെ നിശ്ചയിച്ചാൽ ആ നേതാവിന് നൽകിയിട്ടുള്ള ഉടമ്പടിയാണ്, വാക്കാണ്, കരാറാണ്. ആ കരാറിന്റെ വചനത്തിലാണ് റസൂൽ എന്ന് പറയുന്നത്, അവരെ ആദ്യം നിങ്ങൾ 3 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കണം. അല്ലെങ്കിൽ ഹിലാൽ എന്നുള്ളത് ശക്കുറാവി. ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള റാവികളിൽ ഒരാൾക്ക് തോന്നിയ ചെക്കാണ്. അവിടെ ബുറൈദ റളിയല്ലാഹു തആല ഉപയോഗിച്ചത് അത് ഹിസാൽ എന്ന വാക്കായിരുന്നോ ഹിലാൽ എന്ന വാക്കായിരുന്നോ? രണ്ടിനും ഒരേ അർത്ഥാണ്. 3 കാര്യങ്ങൾ, 3 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കണം. അയ്യത്തുഹുന്ന എന്ന് വായിക്കാം, അയ്യത്തഹുന്ന എന്ന് വായിക്കാം, അയ്യത്തിഹിന്ന എന്നൊക്കെ വായിക്കാം. അത് നഹ്വ് പല വജുഹുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് അങ്ങനെ വജുകൾ വരുമ്പോൾ അതിൽ ഐസറായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അങ്ങനെ ഐസറാണെങ്കിൽ അയ്യത്തുഹുന്ന മുക്തദാക്കി അയ്യത്തുഹുന്ന അജാബു, അതിൽ ഏതാണോ ആ 3 കാര്യങ്ങള് അവരോട് ഡിമാൻഡ് ചെയ്യണം. അതിൽ ഏതിനെങ്കിലും ഒന്ന് അവർ അംഗീകരിച്ചാൽ, അതിലേതെങ്കിലും ഒന്ന് അതിന്റെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു, അതവർ അംഗീകരിച്ചു എങ്കിൽ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. അവർക്കെതിരിൽ യാതൊരു തരത്തിലുള്ള സൈനിക നടപടിയും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അത് നിങ്ങൾ അവസാനിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, ഇത്തരം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെ ഇവര് നോക്കി? നിങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളാണ് ഈ തന്നെയുള്ള ധാരണ. നമ്മൾ പറഞ്ഞാൽ ഒരു കണ്ണിച്ചോറില്ലാത്ത ജാതി, മുസ്ലിം അല്ലാത്തവനെ കിട്ടിയാണ് ഭക്ഷണം എന്നുള്ളതാണ് നമ്മുടെ
ചിന്താഗതി. ഇങ്ങനെ കണ്ട് തെറ്റിദ്ധരിക്കുകയാണ് നമ്മളും, തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് തെറ്റിദ്ധരിപ്പിച്ചാൽ അത് ശരിയെന്ന് വരുത്തി തീർക്കാവുന്ന അവസ്ഥയിലാണ് നമ്മൾ നടക്കുന്നത്. ഈ ഹദീസുകൾ നോക്കി, ഒരു മനുഷ്യന് അവസാനത്തെ അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. 3 ഓപ്ഷൻസ് കൊടുക്കണം. ആ 3-ൽ ഒന്നെങ്കിലും അയാൾ സ്വീകരിച്ചാൽ അത് അയാളെ നിങ്ങൾ സ്വീകരിക്കണം. അയാൾക്കെതിരിൽ നിങ്ങൾ ചെറുവിരൽ പോലും അനക്കരുത്. അയാൾക്കെതിരിൽ നടപടി കൈക്കൊള്ളരുത്. സൈനിക നടപടി അവസാനിപ്പിക്കണം. ഇസ്ലാം, പിന്നെ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അവർ സ്വീകരിക്കട്ടെ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കേണ്ട മിനിമം നമ്മുടെ ഡിമാൻഡ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉന്നതായി. അത് സ്വീകരിച്ചവൻ സ്വീകരിച്ചു, സ്വീകരിക്കാത്തവൻ സ്വീകരിച്ചതുമില്ല. പക്ഷെ സ്വീകരിക്കാത്തവൻ അവനെന്ത് ചെയ്യണം? സ്വീകരിച്ച ആളുകൾക്ക് അത് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കണം. അവരുമായി രമ്യതയിൽ വർത്തിക്കാൻ അവൻ സന്മനസ് കാണിച്ചിരിക്കണം. അതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമസത്യം അംഗീകരിച്ചതിന്റെ പേരിൽ അവരുമായി യുദ്ധത്തിന്റെ അവൻ കോപ്പ് കൂട്ടാൻ പാടില്ല. അതിനവൻ ഒരുങ്ങുമ്പോൾ മാത്രമാണ് അവനും മുസ്ലിമീങ്ങളും തമ്മിൽ സമാധാനത്തിന്റെ രമ്യതയുടെ അവസ്ഥ മാറിയിട്ട് യുദ്ധത്തിന്റെയും ശത്രുതയുടെയും അവസ്ഥയിലേക്ക് പോകുന്നത്. ഏതാണ് ആ 3 കാര്യങ്ങൾ? നിങ്ങൾ നോക്കിക്കോളി. ഒന്നാമത്തത് ഇസ്ലാം. ആദ്യത്തത് അതന്നെയാണ്, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖൈബറിലേക്ക് ഉള്ള യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോഴും ഇതേ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഞാൻ ഈ കൊടി ഒരാളുടെ കയ്യിലെടുക്കും. അയാളുടെ യോഗ്യത എന്താണെന്നറിയോ? അള്ളാഹു അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണ്. അയാൾ എന്റെ അടുക്കൽ നിന്ന് കൊടിയും വാങ്ങിയിട്ട് മെല്ലെ അങ്ങോട്ട് നേരെ ഖൈബറില് ജൂതന്മാര് താമസിക്കുന്നു, അവരുടെ കോട്ടകൾക്കകത്തേക്ക് കൊത്തളത്തിലേക്ക് അങ്ങ് കയറിച്ചെല്ലും. എന്നിട്ട് അയാളുടെ കൈക്ക് അള്ളാഹു ഖൈബർ അങ്ങോട്ട് വിജയിക്കും. സഹാബികൾ മുഴുവനും രാത്രി അവരാഗ്രഹം നാളെ കൊടി കിട്ടുന്നത് എനിക്കായിരിക്കട്ടെ, സൈനിക നേതാവാകാനുള്ള ആ പൂതിയോണ്ടല്ല, ഒരൊറ്റ പൂതി മാത്രം. അള്ളാഹു അവനെ സ്നേഹിച്ചു, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെന്റെ കഞ്ഞി കിട്ടിയാൽ എനിക്ക് ഉറപ്പിക്കാലോ അള്ളാഹ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് എനിക്ക് കൊടി കിട്ടിയെങ്കിൽ എന്നാണ്. രാവിലെ സുബഹിസ്കരിച്ച് നബിസല്ലല്ലാഹു നോക്കി ഓരോരുത്തരും ഞാൻ എന്റെ നബി എവിടെ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കാണാതെ പോട്ടാന്നുള്ള അർത്ഥത്തിലിരുന്നു. അവസാനം ആരും നബി ഉദ്ദേശിച്ച നാളെ കാണുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് എവിടെയെന്ന് ചോദിച്ചു. അവസാനം അപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന് കണ്ണിന് അസുഖമാണ്, ചെങ്കണ്ണ് പോലെ. പറഞ്ഞു വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിളിച്ചു. വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉപനീര് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കണ്ണിന്റെ ചികിത്സയാക്കിയിട്ട് ചെറുതായിട്ട് ഉപനീര് കണ്ണിലാക്കി കൊടുത്തു. അതോടുകൂടി ആ കണ്ണിലെ അസുഖം സുഖമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ യുദ്ധം നയിക്കാനുള്ള യുദ്ധത്തിന്റെ പതാക, യുദ്ധത്തിന്റെ ധ്വജം അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു, ഉൻഫുദ് അലാ റിസ്ലിക്, ഈ കൊടി പിടിക്കുക. നിന്റെ പിറകിൽ മുസ്ലിം സൈനികരുണ്ട്, അവരെയും നയിച്ചുകൊണ്ട് സാവകാശം നീ അവരുടെ കോട്ടക്കകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക. എന്നിട്ട് എന്താ വേണ്ടത്? ഇസ്ലാം. നേരെ ചെന്നിട്ട് വട്ടം തുടങ്ങാനല്ല, ആദ്യമായിട്ട് വേണ്ടത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും, ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിയ ആളുകളാണ് അവർ. എന്നിട്ട് പോലും ഒരു യുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നോടിയായി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് പറഞ്ഞത്. എന്നതുപോലെ ആദ്യത്തെ കണ്ടീഷൻ അവരുടെ മുന്നിൽ വെക്കണം. ഇതാണ് സത്യം. ഇത് ഞങ്ങളുടേത് മാത്രമല്ല, ഇത് ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണ്. ഇത് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള സത്യമാണ്. ഈ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചത്, അവയെ ഉടമപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്, എല്ലാം നൽകുന്നത് ഏകനായ അള്ളാഹു മാത്രമാണ്. അവന്റെ പങ്കുകാരില്ല, അവന്റെ സഹായികളില്ല. അവൻ മാത്രമായിട്ടാണ് ഇതെല്ലാം നമുക്ക് നൽകുന്നത്, ചെയ്തു തരുന്നത്. അവനോട് മാത്രമേ നമ്മൾ ആരാധന ചെയ്യാൻ പാടുള്ളൂ. ഈ സത്യം നിങ്ങൾ അംഗീകരിക്കണം. ഇത് ഞങ്ങളുടെ ഒരു തറവാട് വക സത്യമല്ല, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അതവർ സ്വീകരിച്ചാൽ കഴിഞ്ഞു. പിന്നെ കെട്ടിപ്പിടുത്താണ്. പിന്നെ അവർ മുസ്ലിമായി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഹുവാറുക്കും ദീനിൽ അവരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമല്ല. നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ടോ അത് അവർക്കുണ്ട്.
അവർക്ക് എന്തവകാശമുണ്ടോ അതേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ മേൽ എന്തെല്ലാം കാര്യങ്ങൾ നടപടികൾ വരുമോ അത് അവരുടെ മേലും വരും. അവരുടെ മേൽ വരുന്ന നടപടികളൊക്കെ നിങ്ങളുടെ മേലും വരും. അല്ലാണ്ട് ഒരു വ്യത്യാസമല്ല. അള്ളാന്റെ മുന്നിൽ എല്ലാവരും ഒരേ പോലെ കടന്നിട്ടുണ്ട്. ഇന്ന അക്രമക്കും അൻദല്ലാഹി അത്ഖാക്കും. ആരാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചത് അവർ അള്ളാന്റെ അടുക്കൽ ഏറ്റവും മാന്യരായിട്ട് അവിടെ പരിരക്ഷിക്കുകയും ചെയ്യും. ഇത് മാത്രമാണ്. അവരത് സ്വീകരിച്ചാൽ ശരി, യുദ്ധം അവസാനിപ്പിച്ചു, അത് ആക്സെപ്റ്റ് ചെയ്തു പോരുക. അതിനവർ ചെയ്യാറില്ലെങ്കിൽ പിന്നെ യുദ്ധം തുടങ്ങല്ല, സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകണം. അല്ല, ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയും എന്നിട്ട് അവരോട് പറയണം അവരോട് പറയണം, നിങ്ങൾ സ്വീകരിച്ചല്ലോ, സ്വീകരിച്ച നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒറ്റപ്പെട്ട് മുസ്ലിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കരുത്. കാരണം ശരിയകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജയിച്ചിന് റസൂലുള്ളാഹി അയച്ചിരുന്നത് ഗോത്രങ്ങളിലേക്കാണ്, ദൂരങ്ങളിൽ താമസിച്ച ഗോത്രങ്ങളിലേക്കാണ്, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഗോത്രങ്ങളിലേക്കാണ്. അവരിത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മദീനയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയണം. കാരണം മദീനയിൽ വന്നെങ്കിലേ മറ്റേ ഞങ്ങളെ സ്വീകരിച്ചു എന്ന് പറയല്ലാതെ അള്ളാന്റെ ദീൻ എന്താണ് എന്നറിയാനോ അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ശീലമോ അവർക്ക് കിട്ടൂല. അതുകൊണ്ട് മദീനയിൽ വന്നിട്ട് അവര് ദീൻ പഠിച്ചിട്ട് പിന്നെ ദീനൊക്കെ ശരിയായി പഠിച്ചതിന് ശേഷം അവരുടെ തൗസീൽ എന്നുള്ളത് പിന്നെ നടക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ നാടുകളിലേക്ക് തന്നെ പോയിട്ട് അവിടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് അവരോട് മുഹാജിരീങ്ങളൊക്കെ ഹിജറ പോന്നിട്ടുള്ള നബിയും സഹാബത്തും ജീവിച്ചിരിക്കുന്ന ഇൽമിന്റെ കേന്ദ്രങ്ങൾ, ഇൽമിന്റെ ആളുകൾ, അഹ്ലുൽ ഇൽമിലേക്ക്, ഔളിയത്തുൽ ഇൽമിലേക്ക് നിങ്ങൾ വരണം എന്നവരോട് പറയണം. അവരോട് അവരെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരണം. ഇല തഹബ്ബുരി മിൻ ദാരിഹിം ഇലാ ദാരിൽ മുഹാജിരീൻ. അവരിപ്പോ താമസിക്കുന്ന അധിവാസ കേന്ദ്രങ്ങൾ വിട്ടിട്ട് മുഹാജിരീങ്ങൾ ഹിജറ പോന്നിട്ടുള്ള മദീനയിലേക്ക് വരാൻ വേണ്ടി പറയണം. വഖ്ബിർഹും, അവരെ അറിയിക്കണം. അന്നഹും ഇദാ ഫഅലൂ ദാലിക്, അവരത് ചെയ്താൽ ഫലഹും മാലിൽ മുഹാജിരീൻ വഅലൈഹിം മാ അലൽ മുഹാജിരീൻ. അതിന് അവർ തയ്യാറായാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ മദീനയിൽ കിട്ടിയോ ആ ആനുകൂല്യങ്ങൾ മുഴുവൻ അവർക്കുണ്ടായിരിക്കും. മുഹാജിറുകളായ ആളുകൾക്കെതിരെ എന്തെല്ലാം നിയമങ്ങളുണ്ടോ, നടപടികളുണ്ടോ, അതൊക്കെ ഇവർക്കും ബാധകവുമായിരിക്കും. ഇതാണ് അവർ ചെയ്യേണ്ടത്. ഇല്ല അപ്പവും വിസമ്മതിച്ചു. ഇത് ആ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേക അവസ്ഥയും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ അത് നിർബന്ധമാണ്. കാരണം യുദ്ധം നടത്തുന്ന ആളുകൾ ദൂരങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു, അൽ അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖ. ഇങ്ങനെ മദീനയിൽ നിന്ന് അകലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരായ അറാബികൾ അവരാണ് കുഫറും നിഫാഖും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അവരിലാണ്. അതെന്തുകൊണ്ട്? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറഞ്ഞു, ലിബുഅദിഹിം വലിബുഅദി മനാസിലിഹിം അനിൽ ഇൽമി വഅഹ്ലിഹി. അവര് ഇൽമിൽ നിന്ന്, ഇൽമിന്റെ ആളുകളിൽ നിന്ന് വളരെ വിദൂരത്താണ്. അവരുടെ വാസസ്ഥലങ്ങൾ ഇൽമിന്റെ കേന്ദ്രത്തിൽ നിന്ന്, ഇൽമിന്റെ ആളുകളിൽ നിന്ന് വിദൂരത്താണ്. ഇൽമിന്റെ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബത്തിൽപ്പെട്ട ഫഖഹാക്കളാണ്. അവർ മദീനയിലാണ്. അവരിൽ നിന്ന് ഇവർ വിദൂരയാണ്. ഇവർ താമസിക്കുന്ന അവരുടെ വാസസ്ഥലങ്ങൾ മദീനയിൽ നിന്ന് വിദൂരമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ബാദിയത്തിൽ താമസിക്കുന്ന അറാബികളിൽ കുഫറും നിഫാസും വർദ്ധിക്കാനിട വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ കുഫറിലും നിഫാസിലും തന്നെ കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു പരിവർത്തനം വേണം. ആ പരിവർത്തനം സുസാധ്യമാക്കുന്നതിന് വേണ്ടി മുഹാജിറുകൾ പോന്നതുപോലെ നിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോരൂ. അവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുഹാജിറുകൾക്കുള്ളതൊക്കെ നിങ്ങൾക്കുണ്ട്, അവർക്കെതിരുള്ളതൊക്കെ നിങ്ങൾക്കുണ്ടാകും. എന്നിട്ട് നിങ്ങൾ ദീൻ പഠിച്ചിട്ട് പിന്നെയാണ് നിങ്ങളുടെ നാടുകളിൽ തന്നെ പിന്നീട് സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ ഇസ്ലാം വ്യാപിക്കുമ്പോ, ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ആരും ഫിത്നയിലാക്കാത്തൊരു സ്ഥിതി ഉണ്ടാകുമ്പോ, ഇൽമ് നിങ്ങൾ പിന്നെ എടുത്തു അണിയുമ്പോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ളത് തൗസീലിലേക്ക് പിന്നെയാണ് പോകുന്നത്. ഇനി അത് ഒന്നാമത്തെ ഓപ്ഷൻ അവർ സ്വീകരിച്ചില്ലെങ്കിൽ, അതിനവർ വിസമ്മതിച്ചാൽ അവര് ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാം, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തയ്യാറില്ല, ഇസ്ലാം സ്വീകരിച്ചു, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവരോട് പറയാ, അറിയിക്കണം, അന്നഹും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായ അഅറാബികളെ പോലെയാണ്.
ബാദിയത്തിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അഅറാബികളായ മുസ്ലിങ്ങളുണ്ട്. അവര് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഖാലത്തിൽ അഅറാബു ആമന്നാ, നബിയെ ഞങ്ങളും മുഅ്മിനീങ്ങളായിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു, അവകാശവാദമായിട്ട് വന്നപ്പോ. ഖുല്ലം തുഅ്മിൻ, നബി അവരോട് പറഞ്ഞേക്കും, ഇല്ല മുഅ്മിനീങ്ങളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംനാ, മറിച്ച് നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്നല്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്നാണ്. അഥവാ ഇസ്ലാമിന്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, ബാഹ്യമായ പ്രവർത്തനങ്ങൾ, നമസ്കാരം ഉണ്ടാകും, നോമ്പുണ്ടാകും, സക്കാത്തുണ്ടാകും, ഹജ്ജുണ്ടാകും, ഇങ്ങനത്തെ ബാഹ്യമായ കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ ദീനുൽ ഇസ്ലാമിന്റെ ആദ്യപടിയായ ഇസ്ലാം അതേ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. വലമ്മായ ദുഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഇസ്ലാമിന്റെ കുറച്ചുകൂടി മീതയുള്ള രണ്ടാമത്തെ പടിയായ ഈമാൻ, ഇസ്ലാമിന്റെ ആന്തരികമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹിനെ കുറിച്ച് അറിയേണ്ട രൂപത്തിൽ ശരിയായ രൂപത്തിൽ അറിയുക, അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കുക, ഈ കാര്യങ്ങൾ, മലക്കുകളിലുള്ള വിശ്വാസം, ഏടുകളിലുള്ള വിശ്വാസം, അമ്പിയാക്കന്മാരുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, അള്ളാഹ് ഖദറിലുള്ള വിശ്വാസം, ഈമാനിന്റെ ഉസൂലുകൾ, ശുഅബുകൾ അത് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല, പഠിച്ചിട്ടില്ല, നിങ്ങളുടെ അകത്ത് കയറിയിട്ടില്ല എന്ന് പറഞ്ഞേക്കും. പക്ഷേ ഇപ്പൊ ഇസ്ലാമിൽ മാത്രമാണുള്ളത്. ഇനി നിങ്ങൾ ക്രമേണ കുറച്ചുകൂടി നന്നായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നാക്കി കൊണ്ടുവന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെയും ശരിയായ വിധത്തിൽ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹു കുറച്ചു കളയില്ല, പാഴാക്കി കളയില്ല എന്ന് പറഞ്ഞ ആ അഅറാബികളുടെ അവസ്ഥയാണ്. അപ്പൊ എന്തായിരിക്കും ചോദിച്ചാൽ, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്താൽ യുദ്ധസ്വത്ത് നിങ്ങൾ കിട്ടും, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലേ യുദ്ധസ്വത്ത് ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ഫൈന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് കൊടുക്കാമെന്ന് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് അത് വേറൊരു വിധിയാണ്. അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നടപ്പിലാക്കപ്പെടും. വിധി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ കട്ടവനാണെങ്കിൽ ആ കട്ടവന്റെ കൈ മുറിക്കണം എന്നുള്ളത് അവർക്കും ബാധകമായി. അതുപോലെ തന്നെ വിവാഹിയായ ഒരു വ്യഭിചാരിയാണെങ്കിൽ കല്ലെറിയണമെങ്കിൽ അവരെ കല്ലെറിയുക തന്നെ ചെയ്യും. അതിന്റെ സാക്ഷികൾ മുഖേന അല്ലെങ്കിൽ സമ്മതപ്രകാരം, കുറ്റസമ്മതപ്രകാരം ഏറ്റുപറയുകയോ സാക്ഷികൾ മുഖേന തെളിയിക്കപ്പെടുകയോ ചെയ്താൽ കല്ലെറിയുക തന്നെ ചെയ്യും. അതുപോലെയുള്ള എല്ലാ ഇസ്ലാമിന്റെ ഹുക്കുമുകളും. ഇത് മാത്രമല്ല, പിന്നെ അള്ളാഹുവിന്റെ ഇബാദത്തുകൾ അവർക്കും അതുപോലെ ബാധക. റമളാൻ വന്ന് അവർ നോമ്പ് നോറ്റുകൊള്ളണം, അതുപോലെ വർഷത്തിലൊരിക്കൽ സകാത്ത് കൊടുത്തുകൊള്ളണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്കും ബാധകമാകുന്നു. അവരിവിടുന്ന് ഇങ്ങോട്ട് പോരുന്നില്ല, മദീനയിലേക്ക് വരുന്നില്ല, അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ അവർക്ക് യുദ്ധസ്വത്തിൽ നിന്നോ ഫൈയിൽ നിന്നോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. യുദ്ധസ്വത്ത് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഫൈൽ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മാലിന് വേണ്ടിയിട്ട് നീക്കം ചെയ്യപ്പെടുന്ന സ്വത്താണ് യഥാർത്ഥത്തിൽ ഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു യുദ്ധം നടന്നാലും അതിന്റെ 5-1 ബൈത്തുൽ മാലിലേക്ക് കൊടുക്കും. അതേമാതിരി തന്നെ വേറെയുള്ള പല സ്വത്തുക്കളും ബൈത്തുൽ മാലിലേക്കാണ് പോവുക. ഈ ബൈത്തുൽ മാലിൽ നിന്നുള്ള സ്വത്തുക്കൾ അത് മദീനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്ഥാപിച്ചിട്ടുള്ള ആ നാട്ടിലെ നിവാസികൾക്ക്, അവിടുത്തെ പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് ആ ബൈത്തുൽ മാൽ. ആ ബൈത്തുൽ മാലിൽ നിന്നുള്ള ഫൈകൾ, അവിടെ നിന്നുള്ള അലവൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതല്ല, നിങ്ങൾ ഇവിടെ വരാത്തത് കൊണ്ട്. മുസ്ലിമീൻ, എന്നാൽ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരികയാണെങ്കിൽ അപ്പോ ആ യുദ്ധത്തിൽ പങ്കെടുത്താൽ ആ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്നതായ ഗനീമത്ത് ഫൈ നിങ്ങൾക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റാനുകൂല്യങ്ങൾ ഫൈ അല്ലാതെ ഗനീമത്ത് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഇതിനവര് വിസമ്മതിക്കുക. ഇനി ഇതിനവര് വിസമ്മതിക്കുക. ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞു. ശരി, ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് പോരും, ദീനൊക്കെ പഠിച്ച് റെഡിയാക്കിയിട്ട് തൗസീൽ നടത്താം. നിങ്ങളുടെ നാടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് സെറ്റിലാകാം, മദീനയിലേക്ക് വരും. ഈ ഒരു ഘട്ടത്തിൽ മദീനയിലേക്ക് വന്നേ പറ്റും, അപ്പോഴേ ദീൻ പഠിക്കാം. കാരണം അഹ്ലുൽ ഇൽമിന്റെ കേന്ദ്രം അവിടെയാണ്. ആണെങ്കിൽ ഒരു പ്രശ്നമാണ് ഇല്ല. അവർ മുസ്ലിമായി എന്ന് പറയുന്നു, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, മദീനത്തേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ആറാബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ആറാബികളെ പോലെയാണ്. ഇസ്ലാമിന്റെ പ്രാഥമിക പടിയിൽ നിന്നുപോയവരാണ്. ഈമാൻ ഇതുവരെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഈമാനൊക്കെ ശരിയാക്കി വരണം. പക്ഷെ അവർക്ക് സൈനിക നടപടി ഒരു ചുക്കില്ല, എല്ലാ കാര്യങ്ങളും നല്ല നിലക്ക് പോകും. ഇനി അതുമല്ല, അടുത്ത മൂന്നാമത്തത് അവർ അതിന് സമ്മതിച്ചുവെങ്കിൽ അവരോട് ജിസിയ നിങ്ങൾ ചോദിക്കണം. ജിസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയും മുസ്ലിങ്ങളോട് രമ്യതയിൽ വർത്തിക്കാം എന്നവർ സമ്മതിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ടോക്കണാണ്.
ആ ജിസിയ എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു ഭയങ്കര സംഭവമാക്കി ഒന്നുമില്ല, വർഷത്തിലൊരിക്കൽ കൊടുക്കണം. 12 ദീനാറാണ് കൊടുക്കുക. അതാർക്കേ കൊടുക്കുള്ളൂ? ഒരു കുടുംബത്തിലുള്ള യോദ്ധാവായിട്ടുള്ള ആൾക്കേ കൊടുക്കേണ്ടതുള്ളൂ. വയസ്സന്മാർക്ക് കൊടുക്കണ്ട, പെണ്ണുങ്ങൾക്ക് കൊടുക്കണ്ട, കുട്ടികൾക്ക് കൊടുക്കണ്ട. ഇതൊക്കെ ആരെങ്കിലും അറിയാം. എന്നിട്ട് അത് ആ മുസ്ലിം രാജാവ് ചുമത്തിയിട്ടുള്ള കരമാകുന്നു, ജിസിയയാകുന്നു, കപ്പമാകുന്നു. ഇങ്ങനെ അങ്ങോട്ട് കുറെ ആർക്കും ഒരു വലിയ മുസ്ലിമത്ത് വരുന്ന മാതിരിയായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇതിൽ 2 കാര്യമാണ്. ജിസിയ തന്നു കഴിഞ്ഞാൽ അവര് മുസ്ലിം ഭരണകൂടത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. അവരെ സംരക്ഷണം മുസ്ലിം ഭരണാധികാരി ഏറ്റെടുത്തോളും. അങ്ങനെ സംഗതി ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഒരു അമുസ്ലിം കുടുംബം താമസിക്കുമ്പോ യോദ്ധാവായി നിലനിൽക്കാൻ പറ്റുന്ന ഒരാൾ അതിലുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഞാൻ ഇസ്ലാമിന്റെ മേൽക്കോയ്മ, ഇസ്ലാമിന്റെ ഭരണം അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ ഒരാൾ മുസ്ലിമായി എന്നതിന്റെ പേരിൽ അവനുമായി ശത്രുതക്ക് വരുന്നതല്ല, ഞാൻ മുസ്ലിമീങ്ങളുമായി രമ്യതയിൽ പോകാൻ തയ്യാറാണ് എന്നതിന്റെ ടോക്കൺ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് പൊതുവായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് എന്ത് സംരക്ഷണമുണ്ടോ ആ സംരക്ഷണം എനിക്കും ബാധകമാണ്. അതിനാൽ എനിക്ക് നിങ്ങൾ സംരക്ഷണം തരണം. ആ സംരക്ഷണം ആവശ്യപ്പെടുന്നതിന് അതിന് പകരമായിട്ട് അതിനുള്ള റംസിയായിട്ട്, അതിനുള്ള നോമിനലായിട്ടുള്ള ഫീസ് അതും കൂടിയാണ് ഈ ജിസിയയിൽ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഭരണാധികാരി ആ യോദ്ധാവിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട്, യോദ്ധാവാകാവുന്ന തരത്തിലുള്ള ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ടാണ്. ഇപ്പൊ ഒരു കുടുംബമുണ്ട്, അതിൽ ഒരു വാപ്പുണ്ട്, അദ്ദേഹത്തിന് പ്രായപൂർത്തി തികയാത്ത 6 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്, വാപ്പയമ്മയും വീട്ടിലുണ്ട്. ഇവർക്ക് ആർക്കും വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കണ്ട, വയോധികര് വിട്ടുപോയി. 6 മക്കള്, അത് മൈനേഴ്സാണ്, അവർക്കും കൊടുക്കണ്ട. പിന്നെ ആർക്കാണുള്ളത്? പിന്നെ ഭാര്യ കൊടുക്കണം, അത് സ്ത്രീയാണ്, അവർക്കും കൊടുക്കണ്ട. ഇദ്ദേഹമാണെങ്കിലോ ഒരു യോദ്ധാവുമാണ് എങ്കിൽ അയാൾ വർഷത്തിലൊരിക്കലും, പാവമാണെങ്കിൽ ഭരണാധികാരി ഒരു 10-12 ദീനാറുമാകും. അതല്ലെങ്കിൽ ചിലപ്പോ 3 ദീനാറ് വരെ വാങ്ങിയിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 40 ദിർഹം വാങ്ങും. 40 ദിർഹം അതൊക്കെയാണ് വാങ്ങിയിരുന്നത്. 40 ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കണ ഒരു ചുക്കില്ല. ഇന്നൊക്കെ ഇപ്പോ ആ നാടുകളിലേക്ക് അന്നിട്ട് ഓടിപ്പോയിട്ട് അവിടെ കഫാലത്ത് കൊടുക്കണ എത്ര? കഫാലത്തിന്റെ വിസുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരു കഫാലത്ത് കൊടുക്കുന്നത് എത്രയെന്നൊന്ന് ചോദിച്ചു നോക്കി. അതിനൊന്നും ആർക്കും അതിന്റെയൊക്കെ എത്രയോ ചെറിയൊരു അംശമാണിത്. ഇതെന്താന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ഭരണം, ഇസ്ലാമിന്റെ വാഴ്ച അയാൾ അംഗീകരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളുമായി രമ്യതയാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കുന്നു ഇതിലൂടെ. രണ്ടാമത്തത് അദ്ദേഹത്തിനുള്ള സംരക്ഷണം. ഈ നികുതി കൊടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് മുസ്ലിം ഭരണവുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഈ ഭരണകൂടത്തിന് അർപ്പിതമായി തീരുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിലാണ് അങ്ങനെ ജിസിയ കൊടുക്കണം, അതിനവര് തയ്യാറാകണം. ഇതാണ് ഫൈൻഹും അജാബു. അതെ, ഞാൻ ഇസ്ലാമിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാം, മുസ്ലിങ്ങളുമായി രമ്യതയിൽ പോകാം, മുസ്ലിങ്ങൾക്ക് ഈ ഭരണകൂടം എന്ത് സുരക്ഷിതത്വമാണോ, എന്തെല്ലാം അവകാശങ്ങളാണോ കൊടുക്കുന്നത്, അതുപോലെയുള്ള സംരക്ഷണത്തിന്റെ അവകാശം എനിക്കും തരണം എന്ന് പറഞ്ഞുകൊണ്ട് ജിസിയ തരികയാണെങ്കിൽ ഫഖ്ബൽ മിൻഹും, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊള്ളണം. പറ്റില്ല, നീ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വിട്ടും എന്ന് പറയാൻ നിർത്തി. വകുഫ്അൻഹും, അവരിൽ നിന്ന് എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം, എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിക്കുകയും ചെയ്യണം. ഫഇൻഹും അബൗ, അതിനും അവർ തയ്യാറില്ല. ഞാൻ ഇസ്ലാമിന്റെ ഈ ഭരണം, മേൽക്കോയ്മ, അധികാരം അംഗീകരിക്കാൻ തയ്യാറില്ല, മുസ്ലിങ്ങളുമായിട്ട് രമ്യതയിൽ പോകാനും തയ്യാറില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വീകരിച്ചതിന്റെ പേരിൽ ആരൊക്കെ ഫിത്നയിലാക്കാൻ പറ്റുമോ ഞാൻ ആക്കിയിരിക്കും, ഞാൻ നിങ്ങളുമായി ശത്രുതയിലാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞാൽ അത് മാത്രമല്ല, നമ്മൾ നിങ്ങളുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന പ്രശ്നമില്ല, രമ്യതയില്ല, ഞങ്ങൾ നിങ്ങളുമായി തുറന്ന ശത്രുതയിലാണ്, സംഘട്ടനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്തഅൻബില്ല, പിന്നെ അള്ളാഹുവിനോട് സഹായം ചോദിച്ചോ, വത്താക്കിൽ അവരോട് യുദ്ധം നടത്തും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ശരീഅത്തിനെയോ ജയ്ഷിനെയോ അയക്കുമ്പോൾ ആ ശരീഅത്തിന് അല്ലെങ്കിൽ ജയ്ഷിന് അമീറാക്കി നിശ്ചയിച്ച വ്യക്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള ഉപദേശം: 1, അള്ളാഹനെ സൂക്ഷിക്കണം. 2, തന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങൾക്ക് നന്മ ചെയ്യാം. 3, ഒരു സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ആദ്യം പോയി യുദ്ധം നടത്തരുത്. ആദ്യം വേണ്ട കാര്യം എന്താണ്? യുദ്ധം കുഫറിന്റെ പേരിൽ മാത്രമേ യുദ്ധം നടത്താൻ പാടുള്ളൂ, മറ്റൊരു കാരണത്തിന്റെ പേരിൽ യുദ്ധം നടത്താൻ പാടില്ല. നിങ്ങളുടെ ഹമിയത്ത്,
നിങ്ങളുടെ എന്തുണ്ടല്ലോ നിങ്ങളുടെ ഈഗോ അത് പാടില്ല. നിങ്ങൾക്ക് അറമുത്തുന്യ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നടത്താൻ പാടില്ല. നിങ്ങളുടെ വംശീയാധിപത്യത്തിന് വേണ്ടി നടത്താൻ പാടില്ല. ഒന്നിനുമല്ല. മനസ്സ് നിങ്ങൾ യുദ്ധം ചെയ്യാവുന്നത് കഫറബില്ല അൽ കുഫറുബില്ല എന്ന പോയിന്റിലെ യുദ്ധം ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിലോ യുദ്ധത്തിൽ നിങ്ങൾ ഹുലൂല് നടത്താൻ പാടില്ല. പൊതുസ്വത്ത് നിങ്ങൾ അപഹരിച്ചെടുക്കാൻ പാടില്ല. അവരുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുമായിട്ട് നിങ്ങൾക്ക് സന്ധിയുണ്ടെങ്കിൽ ഉടമ്പടിയുണ്ടെങ്കിൽ ആ സന്ധി ആ ഉടമ്പടി നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അവരുടെ യോദ്ധാക്കളെ ആ കൊല്ലപ്പെടുകയല്ലാതെ പിന്നെ അവരെ ചിത്രവധം നടത്താനോ അംഗച്ഛേദം നടത്താനോ പാടില്ല. അവരിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ കൊല്ലാൻ പാടില്ല. ഇനി നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന ശത്രുതയിലുള്ള സമാധാനത്തിലല്ലാത്ത ജമ്യതയിലല്ലാത്ത ഉടമ്പടിയിലല്ലാത്ത യുദ്ധാവസ്ഥയിലുള്ള മുശ്രിക്കുകളെ നിങ്ങൾ കണ്ടാൽ തന്നെ 3 കാര്യങ്ങൾ അവരുടെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രപ്പോസ് ചെയ്യണം. അത് അവർ സ്വീകരിക്കാൻ ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവരോട് എന്ത് ചെയ്യാൻ പറയാം? അവരോട് തൽക്കാലം മദീനയിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് ദീനൊക്കെ ഉറപ്പിച്ചതിന് ശേഷമേ സൗത്ത് അവിടെ സെറ്റിൽമെന്റ് ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. ഇനി അതിനവർ തയ്യാറായിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചു, പക്ഷെ മദീനയിലേക്ക് വരുന്നില്ലെങ്കിൽ അവർ അറാബുൽ മുസ്ലിമീങ്ങളുടെ ഹുക്കുമിലാണ്. അവർ വരികയാണെങ്കിൽ, ഇല്ലെങ്കിലോ അറാബുൽ മുസ്ലിമീന്റെ ഹുക്കുമാണ്. അവർ ഇസ്ലാമിന്റെ പ്രാഥമിക പടിയിൽ നിന്നവരാണ്. അവരോട് ശത്രുതക്കൊന്നും പോകാൻ പാടില്ല. ഇനി അവർ അതിനും തയ്യാറില്ല എങ്കിൽ അവരോട് ജിസിയ ചോദിക്കണം. ജിസിയ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിന്റെ അധികാരം അംഗീകരിക്കാനും മുസ്ലിങ്ങളുമായി രമ്യതയിൽ പോകാനും തയ്യാറാണ്. ആ ജിസിയ എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളിൽ മാത്രമേ ജിസിയ വാങ്ങാൻ പാടുള്ളൂ. അത് തന്നെയും അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് പാവപ്പെട്ടവരിൽ നിന്ന് കുറച്ചും ഇടത്തരക്കാരിൽ നിന്ന് അതിനനുസരിച്ചും സമ്പന്നരായ ആളുകളിൽ നിന്ന് അതിനനുസരിച്ചും ഇമാം ഇജ്തിഹാദ് ചെയ്തിട്ട് അവരുടെ മസ്ലഹത്തുകൾ നോക്കിയിട്ട് അവരിൽ നിന്ന് ജിസിയ വാങ്ങണം. ആ ജിസിയ വാങ്ങിയാൽ അവരുടെ സംരക്ഷണ ചുമതല കൂടി ഇസ്ലാമികമായിട്ടുള്ള സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ കീഴിൽ വരികയും ചെയ്യുന്നു. ഇനി അതിനും അവൻ സമ്മതിക്കുന്നില്ല. അവൻ 3ാമത്തെ ഏറ്റവും കടുത്ത ഓപ്ഷനിലേക്ക് ഒരു ഒഴിവ് കഴിവുമില്ലാതെ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങളെ തള്ളിവിടുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല, ഞാൻ ജിസിയ തരാനും തയ്യാറല്ല, ഞാൻ നിങ്ങളുമായി സമരസപ്പെടാനോ രമ്യതയിൽ പോകാനോ ഞാൻ ഒരുക്കല്ല, ശത്രുതയില്ല എങ്കിൽ അത്തരക്കാരോട് ഇത് വിളിച്ചിട്ട് ക്ഷണിച്ചിട്ട് സ്വീകരിക്കാതെ ഈ ശത്രുതയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവരോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാറുള്ളത്. വൈദാ ഹാസർ ഹദീസ് തുടരുകയാണ്. നീ ഒരു ജനതയുടെ അടുക്കൽ പോയിട്ട് അവരെ ഉപരോധം ഏർപ്പെടുത്തി, അഹ്ല ഹുസ്നിൽ കോട്ടക്കകത്ത് കയറിയിട്ടുള്ള ആളുകളെ നീ ഉപരോധിക്കുകയാണെങ്കിൽ, ഹാസറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും സൈനികർ നിന്നിട്ട് അവരെ ഉപരോധിക്കുന്നതിനാണ് മുഹാസറത്ത് ഹിസ്വാർ എന്ന് പറയുന്നത്. ആരെയാണ് ഉപരോധിക്കുന്നത്? അഹ്ല ഹുസ്നിൽ, ഒരു കോട്ടയുടെ ആളുകൾ മുസ്ലിമീങ്ങളെ കണ്ടു. മുസ്ലിമീങ്ങൾ വലിയ പടവുമായി ചെല്ലുന്ന സന്ദർഭത്തിൽ അവര് സംരക്ഷണത്തിനു വേണ്ടി കോട്ടക്കകത്ത് കയറി മുസ്ലിങ്ങൾ അവർ അതിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കോട്ടക്ക് ചുറ്റും അണിനിരന്ന് ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇവിടെയാണ് നമ്മൾ അധ്യായവുമായി നേർക്കുനേരെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഉപരോധം സഹിക്കാതെ അവർക്കുള്ള വെള്ളവും അവർക്കുള്ള ഭക്ഷണവും ഒക്കെ തന്നെ മുടങ്ങി. കുറച്ചു ദിവസത്തേക്കുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉപരോധം നീണ്ടുപോയപ്പോ അവർക്ക് പിന്നെ പുറത്തിറങ്ങൽ നിർബന്ധമായി. ആ സന്ദർഭത്തിൽ അവർ ഉദ്ദേശിക്കുന്നു അൻതജഅലഹും, അവർക്ക് നീ നിശ്ചയിക്കണം അല്ലാഹുവിന്റെ ഒരു ഉടമ്പടി, വദിമ്മത നബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടമ്പടി, അല്ലാഹുവിന്റെ ഒരു ഉടമ്പടി ഞങ്ങൾക്ക് തരണം, മുഹമ്മദ് നബിയുടെ ഒരു ഉടമ്പടി ഞങ്ങൾക്ക് തരണം എന്ന്. ആ ഉടമ്പടി കിട്ടുകയാണെങ്കിൽ ആ ഉടമ്പടി പ്രകാരം ഞങ്ങൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി വരാൻ തയ്യാറാണ് എന്നവർ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തജഅലഹു ദിമ്മത്തല്ലാഹി വദിമ്മത നബിഹി. അങ്ങനെ അവർ ദിമ്മത്ത് ചോദിക്കുകയാണെങ്കിൽ, ഒരു കരാറ് ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കരാറ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാറ് അത് നിങ്ങൾ അവർക്ക് നൽകരുത്. മറിച്ച് വലാകിൻ, അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് ഈ സൈനിക നേതാവായ താങ്കളുടെയും താങ്കളുടെ കൂടെയുള്ള പട്ടാളക്കാരുടെയും എന്റെയും എന്റെ കൂടെയുള്ള സൈന്യത്തിന്റെയും പേരിലുള്ള ഉടമ്പടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. വന്നോളൂ, ചർച്ച ചെയ്യാം. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഉടമ്പടി കൊടുക്കും. പക്ഷെ ഉടമ്പടി കൊടുക്കുമ്പോൾ അള്ളാന്റെ ഉടമ്പടി കൊടുത്തു പോകരുത്. കാരണം യുദ്ധാവസ്ഥയിലാണ്. ചിലപ്പോൾ അതെങ്ങാനും ലംഘിക്കേണ്ടി വന്നാൽ നിങ്ങൾക്കത് ദോഷകരമായി വരാതിരിക്കണം.
യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഖുദാത്ത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഏതുപോലെ അലി ഇബ്നു അബീ ത്വാലിബിനോട് ഒരാള് മുബാറന്നത്തിന് വന്നു, ദ്വന്ദ്വയുദ്ധത്തിന് വന്നു. അലി ഇബ്നു അബീ ത്വാലിബിനെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോ, വെട്ടാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ അലിയും അതേ ഊക്കിൽ അങ്ങോട്ട് മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ രണ്ടാളോട് ഈ ദ്വന്ദ്വയുദ്ധത്തിന് ഞാൻ വിളിച്ചിട്ടില്ല, ഒരാളെ വിളിച്ചിട്ടുണ്ട്. ആ വാക്ക് കേട്ടപ്പോ ഈ വന്ന ആള് ആരെ കൂടെ ഒരാളും കൂടി തന്നെ സഹായിക്കാൻ വേണ്ടി കൂടെ ഒരാളോടി വന്നിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കി പറ്റില്ല. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് അവിടെ പ്രയോഗിച്ചത്. എന്താണ്? ഖുദാത്താണ്, തന്ത്രമാണ്. അത് ചതിനതിനെ പറ്റി പറയാൻ പാടില്ല. അങ്ങനെ ഖുദാത്തുകൾ, തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവര് നിമ്മത്ത് ചോദിച്ചാൽ ആ നിമ്മത്ത് ചിലപ്പോൾ ചതിയുടെ ഭാഗമാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചതിക്ക് അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഉടമ്പടിയും വാക്കും വളരെ സൂക്ഷിച്ചു വേണം കൊടുക്കാൻ. ഞങ്ങൾ ഈ ഉപരോധത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നമുക്ക് സന്ധി ഉണ്ടാക്കാം, അതിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ ഉടമ്പടി തരൂ, റസൂലിന്റെ ഉടമ്പടി തരൂ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഉടമ്പടി തരാൻ ഒരിക്കല്ല, റസൂലിന്റെ ഉടമ്പടി തരാൻ റസൂൽ വന്നിട്ടുമില്ല. മറിച്ച് നിങ്ങൾ ഇറങ്ങിക്കോളൂ, എന്റെ ഉടമ്പടി സൈനിക നേതാവായിട്ടുള്ള എന്റെ സൈന്യാധിപനായ ഞാനും എന്റെ കൂടെയുള്ള സൈന്യത്തിന്റെയും ഉടമ്പടി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഫൈനക്കും, കാരണം അള്ളാഹിന്റെ ദിമ്മത്ത്, നബിയുടെ ദിമ്മത്ത് കൊടുക്കരുത് എന്ന് പറയാൻ കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഉടമ്പടി, അതുപോലെ തന്നെ ഈ സൈനിക നേതാവിന്റെ കൂടെയുള്ള അസ്വഹാബീങ്ങളുടെ യോദ്ധാക്കളുടെ പട്ടാളക്കാരുടെ ഉടമ്പടിയാണ് നിങ്ങൾ ലംഘിക്കുന്നത് എങ്കിൽ അഹ്വൻ, അത് എളുപ്പമായിരിക്കും. മിന്നൻ തുഖ്ഫിറൂ ദിമ്മത്തല്ലാഹി വ ദിമ്മത്ത നബി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഉടമ്പടി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉടമ്പടി ലംഘിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രയാസം കുറഞ്ഞത് ഇതാണ്. രണ്ടിലൊന്ന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ മഖ്സദത്തുള്ള രണ്ട് കാര്യം വരികയാണെങ്കിൽ ഏതാണ് നമ്മൾ രണ്ടിൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഏതാ ചെയ്യേണ്ടത്? അഖല്ലുൽ മഫ്സദത്തൈൻ, രണ്ട് മഫ്സദത്തിൽ കുറഞ്ഞത് ഏതാണോ അതെടുക്കണം. ഇവരുമായിട്ട് നമ്മൾ ഉടമ്പടി ഏർപ്പെട്ടു, അവർ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ നമ്മളെ ചതിക്കാൻ വരികയാണെങ്കിൽ ആ ഉടമ്പടി നമ്മൾ ചിലപ്പോൾ ലംഘിക്കേണ്ടി വരും. അങ്ങനെ ലംഘിക്കേണ്ടി വരികയാണെങ്കിൽ അള്ളാഹിന്റെയും റസൂലിന്റെയും ഉടമ്പടി കൊടുത്തിട്ട് അത് ലംഘിക്കലാണോ, സൈന്യ നേതാവും പട്ടാളക്കാരുടെയും ഉടമ്പടി കൊടുത്തിട്ട് അത് ലംഘിക്കലാണോ താരതമ്യേന ദോഷം കുറഞ്ഞത്? സൈന്യ നേതാവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പട്ടാളക്കാരുടെയും പേരിൽ കൊടുത്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കലാണ് നിങ്ങൾക്ക് എളുപ്പമായി തീരുക. ഇവിടെയാണ് പ്രധാനം. ഇതൊക്കെ ഒരു വാക്കാണ്. ഉടമ്പടിയാണെങ്കിൽ ഒരു വാക്കാണ്. ഒന്ന് അള്ളാന്റെ ഉടമ്പടി എന്ന വാക്ക്, മറ്റൊന്ന് റസൂലുള്ളാഹിന്റെ ഉടമ്പടി എന്ന വാക്ക്. ഈ വാക്കുകൾക്കൊക്കെ അതിനപ്പുറം അത് ഉൾക്കൊള്ളുന്നതായ വലിയൊരു ആശയമുണ്ട്. ആ ആശയങ്ങൾക്ക് അതിൻ്റെതായ ഗൗരവവും ഗാംഭീര്യമുണ്ട്. എന്റെ ഉടമ്പടി എന്ന് പറയുന്നത് അള്ളാന്റെ ഉടമ്പടി എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം. അള്ളാനെ മുൻനിർത്തിയിട്ട് ഒരു ഉടമ്പടി കൊടുത്താൽ എന്നിട്ടത് ലംഘിക്കുകയാണെങ്കിൽ അള്ളാനോ മുൻനിർത്തി കൊടുത്ത ഉടമ്പടി ലംഘിക്കുമ്പോൾ അള്ളാഹ്ക്ക് എന്ത് വിലയാണ് നമ്മൾ കൽപ്പിച്ചത്? അള്ളാഹുവിനോട് കാണിക്കേണ്ടതായ ആ വഖാർ, ആ ഗാംഭീര്യം, ആ ഹൈബ, ആ ഭയപ്പാട്, അള്ളാഹുവിനോട് കാണിക്കേണ്ടതായ തഅ്ളീം, അത് നമ്മുടെ മനസ്സിൽ നിന്ന് ചോർന്നു പോവുകയാണ്. അത് നമ്മുടെ തൗഹീദി വിശ്വാസത്തിൽ, തൗഹീദിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊരു വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്. അള്ളാഹു എനിക്ക് വിശ്വാസമുണ്ട്, അവൻ ഏകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതൊരു വിശ്വാസമാണെങ്കിൽ ഇത്തരമൊരു കാര്യത്തെ, അള്ളാഹിനെ മുൻനിർത്തി ചെയ്യുന്ന ഒരു കാര്യത്തെ ലംഘിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയം പിളർക്കുക തന്നെ ചെയ്യും, പിളരുക തന്നെ വേണം. അല്ലാതെ ഈസിയായിട്ട് ചെയ്യാവുന്നതല്ല. ഈസിയായിട്ട് അത് ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് അള്ളാഹ് എന്നുള്ളത് ഒരു വാക്ക് മാത്രമാണ്. അള്ളാഹിനെ അയാൾ കണക്കാക്കേണ്ടത് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിനോട് തോന്നേണ്ട വഖാറും ഹൈബത്തും അയാൾക്ക് തോന്നിയിട്ടില്ല. അയാൾക്ക് തൗഹീദ് എന്നുള്ളത് ഒരു വാക്കല്ലാതെ തൗഹീദ് എന്ന് പറയുന്ന ആ ഉത്തമമായ ആ വിശ്വാസ ദർശനം, അത് അയാൾ അതിന്റെ എല്ലാ വിലയിലും, അതിന്റെ എല്ലാ തലങ്ങളിലും, അതിന്റെ എല്ലാ മാനങ്ങളിലും അയാൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് തൗഹീദിനെ ബാധിക്കുന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ തെളിവ് നമുക്ക് കിട്ടി. ദിമ്മത്തുല്ലാഹ് വ ദിമ്മത്തു നബി, അള്ളാന്റെ ദിമ്മത്ത്, റസൂലുള്ളാഹിന്റെ ദിമ്മത്ത് എന്ന് പറയുമ്പോൾ അള്ളാനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന കരാറാണ് ഉടമ്പടിയാണ്. അത് ലംഘിക്കുക എന്ന് പറയുന്നത് തൗഹീദിനെ ബാധിക്കും. അതുകൊണ്ട് ചില യുദ്ധത്തിലോ മറ്റോ ചില ഉടമ്പടികൾ നിങ്ങൾക്ക് ലംഘിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ദിമ്മത്തുല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. ദിമ്മത്തു നബിയില്ല എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. ദിമ്മത്തുക്കും ദിമ്മത്തു സ്വഹാബിക്കും,
നിങ്ങൾ കൊടുത്ത ഉടമ്പടി, നിങ്ങളുടെ കൂട്ടാളികൾ കൊടുത്ത ഉടമ്പടി എന്നിടത്തേക്ക് നിങ്ങളുടെ വാക്ക് നിങ്ങൾ ചുരുക്കിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അധ്യായത്തിൽ അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്തിൽ പറഞ്ഞതുപോലെ ഒരു വാക്കങ്ങോട്ട് പറഞ്ഞു, അതയാളുടെ ദീനും ദുനിയാവും നശിപ്പിച്ചു കളയുന്ന സ്ഥിതിയിലേക്ക് ഒരു മുഅ്മിൻ അത്തരം ഒരു അബദ്ധത്തിലേക്ക് പോയി പോകരുത്. ഒരു കോട്ടക്കകത്ത് കയറി അഭയം തേടിയിട്ടുള്ള ഒരു വിഭാഗത്തെ നിങ്ങൾ ഉപരോധിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹുക്കുമിൽ അവരെ നീ ഇറക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവര് നിന്നോട് ഉദ്ദേശിക്കുന്നു, നിന്നോട് അവർ ആവശ്യപ്പെടുന്നു, അത് തുലത്തിലവും നിങ്ങൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി വരും. ആരാ ഹുക്കുമില്ല? അള്ളാന്റെ ഹുക്കുമിൽ എന്ന് അള്ളാന്റെ വിധി പ്രകാരം, അള്ളാന്റെ വിധി എന്താണോ ആ വിധി പ്രകാരം ആ വിധി നിങ്ങൾ ചെയ്താൽ, ആ വിധി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ കോട്ടയിൽ നിന്നിറങ്ങാന്ന് പറഞ്ഞാൽ ഹുക്കുമില്ല, അള്ളാഹുവിന്റെ ഹുക്കുമിൽ നിങ്ങളെ ഇറക്കുന്നു എന്ന് വാക്കു കൊടുക്കരുത്. കാരണം അവരോട് ഇറങ്ങാൻ ആവശ്യപ്പെടേണ്ടത് നിങ്ങളുടെ ഹുക്കുമിലാണ്, എന്റെ വിധി പ്രകാരം എന്നാണ്. എന്റെ വിധി പ്രകാരം ഞാൻ നിങ്ങളെ ഈ കോട്ടയിൽ നിന്ന് ഇറക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം എന്തുകൊണ്ട്? നിനക്കറിയില്ല അവരുടെ വിഷയത്തിൽ താങ്കൾ എടുക്കുന്ന ഒരു സൈനിക നേതാവ് എടുക്കുന്ന ആ വിധി അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്. അത് ഒരു യുദ്ധാവസ്ഥയിൽ പെട്ടെന്ന് അദ്ദേഹം എടുക്കേണ്ടി വരുന്ന ഒരു വിധിയാണ്. ആ വിധി അധികവും അള്ളാന്റെ വിധിയോട് ശരിയാകാം, ചിലപ്പോൾ യോജിക്കാതെ പോകാം. അതുകൊണ്ട് തന്നെ അള്ളാന്റെ വിധിയോട് നീ യോജിച്ചിട്ടില്ലെങ്കിൽ നീ ആദ്യം തന്നെ ഞാൻ അള്ളാന്റെ വിധിയിൽ നിങ്ങളോട് ഇറങ്ങാൻ വേണ്ടി കരാർ ചെയ്യുന്നു എന്ന് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ വിളിച്ചുകൊണ്ട് വന്നു. ബനൂ ഖുറൈളക്കാരുടെ കാര്യത്തിൽ സഅദ് വിധിക്കട്ടെ, ആ വിധി ഞങ്ങൾ സ്വീകരിക്കാതെ പറഞ്ഞു. സഅദിനെ റസൂലുള്ളാഹി കൊണ്ടുവന്നു. സഅദ് വന്നു. സഅദിനെ കണ്ടപ്പോ അവരെല്ലാവരും കൂടിയിട്ട് പറഞ്ഞു, സഅദിനെ പുകഴ്ത്തിയിട്ട് പറഞ്ഞു അവരുടെ സഖ്യകക്ഷിയുടെ നേതാവായിരുന്നു പണ്ട്. അതുകൊണ്ട് അപ്പൊ സഅദ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അവരെ കുറിച്ച് എന്റെ വിധി എന്നാ സഅദ് പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ നമ്മോട് യുദ്ധത്തിന് വന്നിട്ടുള്ള യുദ്ധം ചെയ്തിട്ടുള്ള യോദ്ധാക്കളെ അവരെ ബിഹെഡ് ചെയ്യണം. അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും വ്യക്തികളാക്കി പിടിക്കണം. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. കാരണം അത്രയും വലിയ തെറ്റാണ് ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കണം, യുദ്ധം ചെയ്യാത്ത, യുദ്ധത്തിൽ തീർത്തും പരാജയപ്പെടുത്തി പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള, അതൊരു സാധാരണ യുദ്ധമല്ല. ഒന്ന് കുഫ്റുമില്ല എന്ന കാരണം അവിടെ ഉണ്ട്. രണ്ടാമത്തേത് അവര് റസൂലുള്ളാഹിയുമായി ഉണ്ടാക്കിയിട്ടുള്ള അഹദ്, കരാറ്, ഉടമ്പടി ലംഘിച്ച കുറ്റം അവിടെ ഉണ്ട്. മൂന്നാമത്തേത് ആ ഉടമ്പടിയുടെ ലംഘനപ്രകാരം മദീനയെ മുഴുവനും അപകടപ്പെടുത്താവുന്ന വിധത്തിൽ സഖ്യകക്ഷികളെ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് മദീനയെ തകർത്തിട്ടുള്ള ആളുകളാണ്, തകർക്കാൻ ശ്രമിച്ചവരാണ്. അവരുടെ കാര്യത്തിൽ തന്നെ യുദ്ധം ചെയ്യാത്ത ഒരു കുട്ടിയും തൊടുവില്ല. യുദ്ധം വാളെടുത്ത് യുദ്ധത്തിന് വന്നവനെ മാത്രം പ്രതിക്രിയ ചെയ്യണം. സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കണം. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. ഇത് മാത്രം. ഈ വിധിയാണ് സഅദ് വിധിച്ചത്. സഅദ് പറഞ്ഞത് എന്റെ വിധിയാണ് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ പ്രകാരം പറയുന്നു, ഹകംത ബിഹുക്മില്ലാ യാ സഅദ്. സഅദ്, നീ വിധിച്ച ഈ വിധി അള്ളാന്റെ വിധി തന്നെയാണ്. ചിലപ്പോ ഒരു മുജ്തഹിദായ ആരാണ് വിധിക്കുന്ന വിധി, അയാളുടെ വിധി യുവാഫിഖു ഹുക്മല്ലാഹ്, അള്ളാഹുവിന്റെ വിധിയോട് യോജിച്ചു എന്ന് വരും. ചിലപ്പോൾ അള്ളാന്റെ വിധിയോട് യോജിച്ചില്ലാതെ വരും. അങ്ങനെ യോജിക്കാനും യോജിക്കാതിരിക്കാനും ഇജ്തിഹാദുകൾ ശരിയാകാനും അതുപോലെ തന്നെ പിഴക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അള്ളാന്റെ ഹുക്കുമാണ് എന്ന് പറയരുത്. അതുകൊണ്ട് തന്നെ ഇജ്തിഹാദ് ചെയ്ത് ഒരു കാര്യം എപ്പോൾ സലഫുകളായ ആളുകൾ പറഞ്ഞാലും അതിന്റെ കൂടെ അവർ ചേർക്കാറുണ്ട്. ഞാൻ വിധിച്ചത് ശരിയാണ്, അള്ളാന്റെ ഹുക്കുമിനോട് യോജിച്ചുവെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അല്ല, അത് അള്ളാന്റെ വിധിയോട് യോജിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഇത് ശരിയായി എങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള അള്ളാന്റെ വിധിയാണ്. എനിക്ക് അബദ്ധം പറ്റിപ്പോയി എങ്കിൽ എന്നിൽ നിന്ന് പിശാചിൽ നിന്നാണ്. ഇതാണ് അവർ പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹുക്കുമിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാന്റെ ഹുക്കുമിൽ തരൂ, അതിലിറങ്ങാന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട. കാരണം അള്ളാന്റെ ഹുക്കുമ് ചിലപ്പോൾ നിങ്ങൾ ഇജ്തിഹാദ് ചെയ്യുമ്പോൾ ഹുക്കുമിനോട് യോജിക്കാം, ചിലപ്പോൾ പിഴക്കുകയും ചെയ്യാം. അതുകൊണ്ട്
അതുപോലെ തന്നെ ദിമ്മത്തുള്ള ദിമ്മത്ത് നബി ചോദിക്കുകയാണെങ്കിൽ കൊടുക്കണ്ട. നിങ്ങളുടെ ദിമ്മത്ത് സ്വഹാബിക്കും നിങ്ങളുടെ സ്വഹാബിങ്ങളുടെ ദിമ്മത്ത് അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ തന്നെ ഈ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു വാക്ക് നമ്മൾ വിചാരിക്കാത്തടുത്ത് അത് അബൂ ഹുറൈറയുടെ റിവായത്ത് പ്രകാരം അത് അടുത്ത അധ്യായത്തിൽ വരാറുണ്ട്. ആ ഒറ്റ വാക്ക് കാരണത്താൽ അയാളുടെ ദീനും ദുന്യാവും അത് നശിപ്പിക്കാനിടമേ. അതുകൊണ്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ പുലർത്തേണ്ട ആ വഖാറ്, ആ ഹൈബത്ത്, ആ തഅ്ലീം, ആ റജാ, ആ ഖൗഫ്, ആ ഖശിയത്ത് തീർത്തും നിലനിർത്തണം. അത് മിൻ മുഖത്തളയാതി കമാലി തൗഹീദ്, തൗഹീദിന്റെ പൂർണ്ണതയിൽ അനിവാര്യമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തൗഹീദിന് തന്നെയാണ് തകരാറ് സംഭവിക്കുന്നത്. ഫീഹി മസാഇൽ, ഇതിൽ കുറച്ച് മസലകൾ കൂടിയിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അൽ ഫർഖു ബൈന ദിമ്മത്തില്ലാഹി വ ദിമ്മത്തി നബിയിഹി വ ദിമ്മത്തിൽ മുസ്ലിമീൻ. ഇവിടെ ശാരിഹ്യങ്ങളിൽപ്പെട്ട ഇബ്നു ഉസൈമീൻ പറഞ്ഞതുപോലെ ശരിക്കും ആശയം മനസ്സിലാകണമെങ്കിൽ അൽ ഫർഖു ബൈന ദിമ്മത്തില്ലാഹി വ ദിമ്മത്തി നബിയിഹി വ ബൈന ദിമ്മത്തിൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദിമ്മത്ത് എന്ന് പറയുന്നതും മുസ്ലിമീങ്ങളുടെ ദിമ്മത്ത് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനുള്ള ഫർഖത്താണ് അള്ളാഹുവിന്റേത് അഅ്ളം വ അശദ്, അത് ഇഖ്ഫാർ ചെയ്യുക, ലംഘിക്കുക എന്നുള്ളത് അഖ്സർ, വളരെ അപകടമുള്ള കാര്യമാണ്. അത് തൗഹീദിനെ പ്രതികൂലമായി ബാധിക്കും, തൗഹീദിന്റെ പൂർണ്ണതക്ക് അത് ഭംഗം വരുത്തും. അള്ളാഹുവിന്റെ ദിമ്മത്ത്. എന്നാൽ ദിമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ദിമ്മത്ത് അങ്ങനെ ഒന്ന് ലംഘിക്കേണ്ടി വന്നാൽ കഫാറത്ത് നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് പിന്നെ നല്ലൊരു കാര്യം അത് മറച്ചാണ് എന്ന് കണ്ടാൽ അതൊരു ഹരപ്പ് ചെയ്തൊരു കാര്യമാണെങ്കിൽ നബി ആ നല്ല കാര്യത്തിലേക്ക് പോവുകയും ആദ്യത്തേതിന്റെ കഫാറത്ത് നൽകുകയും ചെയ്യും. വഹ്ഫദു ഐമാനക്കും, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഐമാനുകൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ലംഘിക്കേണ്ടി വരികയാണെങ്കിൽ കഫാറത്ത് നൽകി അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അങ്ങനെയെങ്കിലും ചെയ്യണം. പക്ഷേ അള്ളാഹുവിന്റെ ദിമ്മത്ത് എന്ന് പറയുമ്പോൾ, നബിയുടെ ദിമ്മത്ത് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഗൗരവമുള്ളതും അത് ലംഘിച്ചാൽ കൂടുതൽ കുറ്റകരവുമാണ്. മുസ്ലിമീങ്ങളുടെ ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ലംഘിക്കുന്നത് കുറ്റകരം തന്നെയാണ്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെയും ദിമ്മത്തിനെ അപേക്ഷിച്ച് ലംഘിക്കുമ്പോൾ ഗൗരവം കുറഞ്ഞത് ഇതാണ്. അത് തമ്മിലുള്ള ഫറഖുണ്ട്. ആ ഫറഖ് ഈ ഹദീസിൽ അബൂ ഹുറൈറ ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞു. ഒരു സൈന്യത്തെ ഒരു ശത്രുക്കളെ നിങ്ങൾ വലയം ചെയ്താൽ, അവരെ നിങ്ങൾ ഉപരോധിച്ചാൽ, അവരിറങ്ങി വരണമെങ്കിൽ അവർ പറയാണ് ദിമ്മത്തുള്ള തരണം, അല്ലെങ്കിൽ നബിന്റെ ദിമ്മത്ത് തരണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ ദിമ്മത്തും നിങ്ങളുടെ കൂട്ടാളികളുടെ ദിമ്മത്തും കൊടുത്തോളൂ. ഞങ്ങൾ ഇറങ്ങാം, അള്ളാന്റെ ഹുക്മിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹുക്മിലല്ല എന്റെ ഹുക്മിൽ ഇറങ്ങിക്കോളൂ എന്ന് പറയാം. കാരണം നിങ്ങൾ വിധിക്കുന്ന വിധികൾ ഇജ്തിഹാദിന്റെ മസ്ലഹാണ്. ചിലപ്പോൾ യുവാഫിഖ് ഹുക്മല്ല, ചിലപ്പോൾ ലാ യുവാഫിഖ് ഹുക്മല്ല. അള്ളാന്റെ ഹുക്മിനോട് യോജിക്കാം, ചിലപ്പോൾ യോജിക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അള്ളാന്റെ ഹുക്മ എന്ന് പറയരുത്. അതുകൊണ്ട് തന്നെ ദിമ്മത്തുല്ലാഹ് വ ദിമ്മത്ത് റസൂലില്ല എന്നത് മറ്റൊന്നും, ദിമ്മത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് മറ്റൊന്നുമാണ്. അതിന്റെ പ്രത്യം ഇവിടെ വ്യക്തമാണ്. അവക്കിടയിലുള്ള ഡിഫറൻസ് വ്യക്തമാണ്. അസ്സാനിയത്ത് വൽ ഇർശാദു ഇലാ അഖല്ലിൽ അഖ്റൈനി ഖത്തറൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടെണ്ണത്തിൽ ഖത്തർ, അപകടം കുറഞ്ഞതിലേക്ക് തന്റെ ഉമ്മത്തിന് ഇർശാദ് നൽകി, മാർഗനിർദ്ദേശം നൽകി. ഖുറൈദ റളിയല്ലാഹു ഇവിടെ ഉദ്ധരിക്കുന്ന ഹദീസ്, ഖുറൈദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ആ കാര്യം രണ്ടും അപകടമാണ്. പക്ഷേ ഖത്തർ കുറഞ്ഞത് ഏതാണ്? ദിമ്മത്തുക്കും ദിമ്മത്തുൽ മുസ്ലിമീൻ, ഹുക്മുക്കും വഹുക്മുൽ മുസ്ലിമീൻ. അതാണ്. അതുകൊണ്ട് അതിലേക്ക് പോകാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർശാദ് ചെയ്തു. യുദ്ധവേളയിൽ അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ അള്ളാന്റെ ദിമ്മത്ത് കൊടുക്കണ്ട, അള്ളാന്റെ ഹുക്മ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അസ്സാരിഖത്തു ഖൗലുഹു ഖുബ്സു ബിസ്മില്ലാഹി ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാം. അള്ളാന്റെ നാമത്തിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഫീ എന്നുള്ളത് ഇസ്തിആനത്തിനും തവക്കുലിനും തബറുക്കിനും വേണ്ടിയാണ്. അള്ളാന്റെ സഹായം കിട്ടണം. നിങ്ങൾക്ക് തംക്കീനുണ്ട്, യുദ്ധം ചെയ്യാനുള്ള കരുത്തുണ്ട്, അതിനുള്ള ആരാധകളും അജതുകളും ഉജതുകളും അതിനുള്ള അംഗസംഖ്യയും അതിനുള്ള സാമഗ്രികളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. ഏതാണത്? അള്ളാന്റെ തൗഫീഖാകുന്ന സഹായം കൂടെ വേണം. അതുകൊണ്ടാണ് ബിസ്മില്ല. അത് ഫീ സബീലില്ല. അത് മറ്റൊരു കാര്യത്തിനുമാകരുത്. ലിതകൂന കലിമത്തുല്ലാഹ്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ആരാണ് നബിയെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ? അപ്പൊ റസൂലുള്ള പറഞ്ഞു,
മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ വഹുവ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വചനം ഉന്നതമായിരിക്കുന്നതിന് വേണ്ടി അതിന്റെ മേൽക്കൈ കിട്ടുന്നതിന് വേണ്ടിയുള്ള യുദ്ധം ആര് നടത്തിയോ അവൻ അല്ലാഹുവിന്റെ സബീലിലാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം നടത്തിയവനാണ്. നാലാമത്തേത് ഖാതിലു മൻ കഫറ ബില്ലാഹ്. അത് ഞാൻ അവിടെ വിശദീകരിച്ചു വേണ്ടതുപോലെ യുദ്ധത്തിനുള്ള അടിസ്ഥാന കാരണം അൽ കുഫ്റു ബില്ലാഹ് എന്നതാണ്. അല്ലാതെ വംശീയാധിപത്യമല്ല, ദേശീയാധിപത്യമല്ല, അതുപോലെ സാമ്പത്തികമായ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈഗോകളും മേൽക്കോയ്മകളുമല്ല. ഇതൊന്നുമല്ല യുദ്ധത്തിനുള്ള ലക്ഷ്യം. യുദ്ധത്തിനുള്ള ലക്ഷ്യം അൽ കുഫ്റു ബില്ലാഹ്. ആ യുദ്ധം തന്നെ അള്ളാഹുവിനുള്ള കുഫർ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനുള്ള ഈമാൻ തൗഹീദിലേക്ക് വരണം. ഇതാണ് ഫസ്റ്റ് ഡിമാൻഡ്. അതില്ല എങ്കിലോ മുസ്ലിമീങ്ങളുമായി രമ്യതയിൽ പോകാൻ, അത് സ്വീകരിക്കുന്ന ആളുകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, അവരുമായി രമ്യതയിൽ പോകണം, അതിവിടെ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം, അവരുടെ ആ മേൽക്കോയ്മ നിങ്ങൾ അംഗീകരിക്കണം, അതിനെങ്കിലും തയ്യാറാകണം. അതിനും തയ്യാറില്ല, ഞങ്ങൾ ശത്രുതയിൽ തന്നെയാണ് എന്നാണെങ്കിൽ അവരാണ് മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ശത്രുക്കൾ, യുദ്ധം പാടുള്ളൂ, അവരോടൊക്കെ യുദ്ധം ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന, ഒരു ഭരണാധികാരിക്ക് യുദ്ധം നടത്താൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, അവരോട് യുദ്ധം ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം. ശക്തിയില്ലാത്ത സമയത്ത് യുദ്ധം ചെയ്യാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ലാത്തതാണ്. മൂന്നാമത്തേത്, യുദ്ധം ചെയ്യുമ്പോൾ അത് കാഫിരീങ്ങളെ തന്നെ, നമ്മൾ ഉദ്ദേശിച്ച ശത്രുക്കളെ തന്നെ വേർതിരിച്ച് യുദ്ധം ചെയ്യാൻ പറ്റുമ്പോഴേ യുദ്ധം നടത്താൻ പാടുള്ളൂ. അല്ലാതെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ശത്രുക്കളും ശത്രുക്കളല്ലാത്തവരും ഇടകലർന്നു നിൽക്കുന്നവരോടത്ത് കൊണ്ടുപോയിട്ട് ബോംബിടാന് ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെയും ശത്രുക്കളല്ലാത്തവരുടെയും റാങ്ക് വേർതിരിയുക തന്നെ വേണം. അപ്പോഴേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞു അൽ ഖാമിസതു, നാലാമത്തേത് ഖൗലുഹു ഇസ്തഅൻ ബില്ലാഹി വഖാതിൽഹും. ലാസ്റ്റ് ഓപ്ഷൻ അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി വരികയാണ്. അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അവര് ജിസിയ നൽകാൻ തയ്യാറാകുന്നില്ല, അവർ മുസ്ലിമീങ്ങളുമായി രമ്യതയിൽ പോകുവാനോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ആരെയും മർദ്ദിക്കാതെ പീഡിപ്പിക്കാതെ ഒരു ഉടമ്പടിയുടെ സ്വഭാവം കൈക്കൊള്ളാനോ അവർ തയ്യാറില്ല. അവർ മുസ്ലിമീങ്ങളോട് യുദ്ധം നടത്തും, ശത്രുതയിലാണ് എന്ന് പറയുകയാണെങ്കിൽ അവരോടാണ് യുദ്ധം ചെയ്യേണ്ടത്. അവരോട് യുദ്ധം ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കാം. അവിടെയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചേ ചെയ്യാം. അവരടുത്തേക്ക് ചെന്ന് നേരെ യുദ്ധം തുടങ്ങാൻ പാടില്ല. ആദ്യം അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അതിന് തയ്യാറില്ലെങ്കിൽ ജിസിയ ആവശ്യപ്പെടും. അതിന് തയ്യാറില്ല, അവർ നിങ്ങളോട് ശത്രുതയിൽ തന്നെ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യണം. അവസ്ഥാനിപ്പില്ല. അൽ ഫർഖു ബൈന ഹുക്മില്ല വ ഹുക്മിൽ ഉലമ. അള്ളാന്റെ ഹുക്മ് ഉലമാക്കളുടെ ഹുക്മ് തമ്മിലുള്ള വ്യത്യാസം. അള്ളാന്റെ ഹുക്മ് എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമാണ്, അത് തെറ്റാത്തതാണ്. ഉലമാക്കളുടെ ഹുക്മ് എന്ന് പറഞ്ഞാൽ അത് ഇജ്തിഹാദാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദിൽ മുജ്തഹിദ് മുസ്ലിമാണ്. ഇജ്തിഹാദിന് അവകാശപ്പെട്ട ഒരു മുജ്തഹിദ് ശരിയായ തരത്തിൽ ഇജ്തിഹാദ് നടത്തിയാൽ വ്യക്തിപരമായി അയാൾ മുസ്ലിമാണ്. അയാൾ ചെയ്തത് തെറ്റല്ല, അയാൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അജ്റുണ്ട്. അയാളിൽ സംഭവിച്ചു പോയ വീഴ്ചയുണ്ടെങ്കിൽ തന്നെ ഹുവ മഗ്ഫൂർ ഇല്ല, അത് അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കുന്നതും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്നതുമാണ്. പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഹുക്മെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം മുസ്ലിമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹുക്കുമെടുത്ത് നോക്കുമ്പോൾ ആ ഹുക്കുമ് ചിലത് യുവാഫിഖു ഹുക്കുമല്ലാഹ്, ചിലത് യുഖാലിഫു ഹുക്കുമല്ലാഹ്. അള്ളാന്റെ ഹുക്കുമിനോട് നിരക്കുന്നതുണ്ടാകും, നിരക്കാത്തതുണ്ടാകും. ഇനി നിരക്കുന്നതാണെങ്കിൽ അയാൾക്ക് 2 കൂലി, നിരക്കാത്തതാണെങ്കിൽ ആ മുജ്തഹിദിന് 1 കൂലി എന്നേണ്ടതുള്ളൂ. അതേസമയത്ത് മുജ്തഹിദ് അല്ലാത്ത ഒരാൾ ഇജ്തിഹാദ് ചെയ്താൽ അതിന്റെ എല്ലാ പ്രത്യാഘാതത്തിനും അയാൾ ഉത്തരവാദിയാണ്. അള്ളാന്റെ ശിക്ഷ അയാളെ ഏറ്റുവാങ്ങേണ്ടതുമാണ്. ഏഴാമത്തെ മസ്അല ഫീ ഖൗലി സ്വഹാബി യഹ്കുമു ഇൻദൽ ഹാജ ബിഹുക്മിൻ ലാ യദ്രി അയ്വാഫിഖു ഹുക്മല്ലാഹി അം ലാ. സ്വഹാബത്ത് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവർ വിധിക്കേണ്ടി വരും. അതാണ് നേരത്തെ ബുറൈദയുടെ ഹദീസിൽ യുദ്ധവേളയിലാണ്. അവിടെ സന്ദർഭത്തിനനുസരിച്ച് ഏതാണോ ശരി അത് ഇജ്തിഹാദ് ചെയ്തിട്ട് അദ്ദേഹം ചെയ്യേണ്ടി വരും. പക്ഷെ ആ വിധി ചിലപ്പോൾ അള്ളാന്റെ ഹുക്മിനോട് നിരക്കാം, ചിലപ്പോൾ അള്ളാന്റെ ഹുക്മിനോട് നിരക്കാതെ വരാം. രണ്ടാണെങ്കിലും ആ മുജ്തഹിദ് മുസീബ് ഫഖതഉഹു മഗ്ഫൂറുൻ ലഹു വഹുവ മഅ്ജൂർ അല ഇജ്തിഹാദിഹി.
അയാളുടെ അബദ്ധമാണെങ്കിൽ അത് അള്ളാഹ് പുറത്തു കൊടുക്കും. ഇജ്തിഹാദ് നടത്തിയതിന് അയാൾക്ക് കൂലി ഉണ്ടായിരിക്കും. അയാൾ വിധിച്ച വിധി ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹുക്മിനോട് യോജിക്കുമെങ്കിൽ അതിന്റെ 2 കൂലിയാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. ഈ കാര്യം ഇജ്തിഹാദ് എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ കാലത്ത് നടന്നിട്ടുള്ളതും അവർ ചെയ്തു പോന്നിട്ടുള്ളതുമാകും. ഇതാണ് വിഷയം. തൗഹീദുമായി ബന്ധമുള്ളത് അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ മുസ്ലിം, അത് അള്ളാഹിനോടുള്ള നമ്മുടെ തഅ്ദീബിന്റെ ഭാഗം. അള്ളാഹിന്റെ തഅ്ദീബ് എന്ന് പറയുന്നത് തൗഹീദിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അള്ളാഹിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്താൽ, ഒരു സത്യം ചെയ്താൽ, ഒരു ശപഥം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഹുക്മ് കൊടുത്താൽ അത് ശരിയായിരിക്കണം, അത് പൂർത്തീകരിക്കപ്പെടണം, അത് പരിപാവനമാണ്. അത് ലംഘിക്കുന്നത് അള്ളാഹുവിനോടുള്ള തഅ്ദീബിൽ വരുത്തുന്ന കുറവാണ്. അത് തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തും, കുറവ് വരുത്തും. അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം വല്ല സാഹചര്യങ്ങളും ലംഘിക്കപ്പെടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ സാധ്യതയുണ്ടെങ്കിൽ അവിടെ അള്ളാന്റെ ഹുക്മ് എന്നതിന് പകരം, അള്ളാന്റെ ദിമ്മത്തി എന്നതിന് പകരം അതിനേക്കാൾ അഹുവനായ, തീർത്തും അപകടം ഒഴിഞ്ഞതല്ല എന്നാലും താരതമ്യേന അപകടം ഒഴിഞ്ഞിട്ടുള്ള ദിമ്മത്തുക്കും വദിമ്മത്തും സഹാബിക്കും വഹുക്കുമിക്കും ഈ നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടാളികളുടെയും അഹദാണ്, ഉടമ്പടിയാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഹുക്കുമാണ് കൊടുക്കേണ്ടത്. അള്ളാഹുവിലേക്ക് അത് ചേർക്കാതിരിക്കണം. കാരണം ഒരു വാക്കസ്ഥാനത്ത് പ്രയോഗിച്ചിട്ട് അയാളുടെ ദീനും ദുനിയാവും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മുസ്ലിം എടുത്തു ചാടിപ്പോകരുത് എന്ന ഉപദേശമാണ് ഇതിനുള്ളത്. والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.